വാണി പാട്ട് പാടുന്നൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു പാട്ട് പാടുന്നതിനെ കുറിച്ചിട്ട് ഒന്ന് പാടാൻ നോക്കൂ. അങ്ങനെയൊന്നല്ല ചോദിക്കുന്നത്. ഞാൻ പറട്ടെ, ചോദ്യം കറക്റ്റ് ആയാലും എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എനിക്ക് ആകെ 2 ഡയലോഗ് അറിയുള്ളൂ. ചോദ്യം എന്താ? ചോദ്യം പറഞ്ഞു. ഞാൻ ചോദിക്കാം. പാട്ട് രണ്ടാമതേ പറയാൻ പാടുള്ളൂ, ആദ്യം പാട്ട് പറയാൻ പാടില്ല. പാട്ട് പാടൂ, പാട്ട് പാടൂന്നും ചോദിച്ചു. അതിലൊക്കെ വന്നെ. ശരി. വാണി, ഈ എല്ലാവരും പറയുന്നുണ്ട് വാണി ഗംഭീരമായിട്ട് പാടുന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ശരിക്കും വാണി നന്നായിട്ട് പാട്ട് പാടും? അത് പിന്നെ പാട്ട് പാടുമെന്ന് ചോദിച്ചാ ഒരു പാട്ട് എന്തെങ്കിലും 2 ലൈൻ ഒന്ന് പാടും. ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ. വേണ്ട ഇനി ഇവരമ്മിലായിക്കോളൂ. ഇനി വാണി ഇവിടെമ്മിൽ ഇല്ല. വാണിച്ചേച്ചിക്ക് അറിയാം. വാണിച്ചേച്ചി ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ ഭയങ്കര ഇല്ല. ഞങ്ങള് പിന്നെ ഈ ഒരു ഫംഗ്ഷന് മുമ്പ് കണ്ട സമയത്ത് വാണിച്ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പോവാണ്ടിരുന്നു പേടിച്ചിട്ട്. പക്ഷെ എനിക്ക് പോവേണ്ടി വന്നു. എന്താ വെച്ചാ ബാബുരാജേട്ടന് ആ സമയത്ത് നല്ല പരിചയമായിരുന്നു. അപ്പൊ ബാബുരാജേട്ടൻ ഇതറിയാം. ബാബുരാജേട്ടൻ എങ്ങാനും ചെന്ന് പറഞ്ഞു കൊടുത്താണ് വാണിച്ചേച്ചിന്റെ അടുത്ത്. ഞാൻ എന്നിട്ട് പോകേണ്ടി വരികയും ചെയ്തു. എനിക്ക് ആ ഫംഗ്ഷൻ ഞാൻ മാറി നടക്കുക വാണിച്ചേച്ചിന്റെ അടുത്ത് പോവാണ്ട്. ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ കയ്യോടെ പിടിച്ചു. എയർപോർട്ടിൽ നിന്ന് തന്നെ ചോദിച്ചു, എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്നെ നന്നായിട്ട് അനുകരിക്കുന്നു കേട്ടല്ലോ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഓടി രക്ഷപ്പെട്ട് കാണിച്ചു. പാട്ട് ഫുള്ളൊന്നും 2 ലൈൻ. ഏത്? അതത്രേ ഉള്ളൂ. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ. ദിലീപനിത് എന്താണ്? ജുംബലക്ക ജുംബലക്ക ജുംബല ജുംബാലേ ജുംബലക്ക ജുംബല. വേണ്ടെന്ന് ശരിക്കും. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിണ്ടല്ലോ. നിങ്ങളെ തീർത്തോ? നമ്മളെന്ത് എയർപോർട്ടിൽ വീട്ടിൽ അത് വാണിച്ചേച്ചിന്റെ സൗണ്ട് അറിയണവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇതോടുകൂടി എല്ലാവരും അറിയൂലോ. എന്നാലും സീരിയസ് ആയിട്ട് ഒരു കവിത അവർ 2 സ്വന്തമായിട്ട് എഴുതിയത്. സ്വന്തമായിട്ട്